ഇരുണ്ട വെളിച്ചത്തിലൂടെയുള്ള ആ ചിരി, എന്റെ മനക്കിലേക്ക് സ്വാഗതമെന്ന ആ ഒറ്റ ഡയലോഗ്, അതെ 2024-ലും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ തന്നെയാണ് മമ്മൂക്കയുടെ തീരുമാനം. ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മയുഗമാണ് നടന്റേതായി ഈ വർഷം ആദ്യം റിലീസിനെത്തുന്ന ചിത്രം. കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വേരൂന്നിയ കഥ പറയുന്ന ചിത്രത്തിൽ നായകനായല്ല മറിച്ച് വില്ലൻ കഥാപാത്രമായാകും മമ്മൂട്ടി എത്തുകയെന്ന സൂചനയാണ് അണിയറ പ്രവർത്തകർ തുടക്കം മുതൽ നൽകുന്നത്. അതേസമയം നാഗങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ഒരു ദുർമന്ത്രവാദിയായാണ് മമ്മൂട്ടി എത്തുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതും മമ്മൂട്ടി ചിത്രം എന്നതുമാണ് ബ്രഹ്മയുഗത്തിന് ഇത്രമാത്രം ഹൈപ്പ് ലഭിക്കുന്നത്. മലയാളത്തിൽ സമീപകാലത്തിറങ്ങിയ മികച്ച സിനിമകളിലൊന്നായിരുന്നു ഭൂതകാലം. ഭയം എന്ന വികാരത്തെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറക്കി കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന അതേ മാനസികാവസ്ഥയിലേക്ക് കാണുന്നവരെയും കൊണ്ടുചെന്നെത്തിക്കും വിധമാണ് ഭൂതകാലം രാഹുൽ സദാശിവൻ നിർമ്മിച്ചിരുന്നത്. വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളതെങ്കിലും 1.25 മണിക്കൂർ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ബ്രഹ്മയുഗം അതിഗംഭീര ഹൊറർ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സൂചന നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയത്. കാലം പോലെ കലങ്ങി മറിഞ്ഞൊരു പുഴ വേറെയില്ല എന്ന വിവരണത്തോടെ ആരംഭിക്കുന്ന ടീസർ പടക്കം ചെന്നൊരു മനയുടെ പശ്ചാത്തലത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവസാനിച്ചത്. നിഗൂഢമായ നിരവധി സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സിനിമയാണ് ബ്രഹ്മയുഗമെന്ന് ഒറ്റ വാക്കിൽ ഈ ടീസറിലൂടെ മനസ്സിലാക്കാം. മറ്റൊരു പ്രത്യേകത ചിത്രത്തിന്റെ തീമാണ്. ആദ്യ പോസ്റ്റർ മുതൽ ഒടുവിൽ പുറത്തിറങ്ങിയ ടീസർ വരെയും പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് സിനിമയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കഥയുടെ മുൻപോട്ടുള്ള പോക്കിനും ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുമായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ഉപയോഗിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വില്ലൻ വേഷം എന്നല്ല ഏത് വേഷവും അനായാസം ചെയ്യാൻ സാധിക്കും. ഇതിനു മുൻപ് വിധേയൻ, പാലേരി മാണിക്യം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടി വില്ലൻ വേഷങ്ങളാണ് ചെയ്തിരുന്നത്. 2022-ൽ പുറത്തിറങ്ങിയ റോഷാക്കിലും പുഴുവിലും ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളിലാണ് മമ്മൂട്ടി എത്തിയിരുന്നത്. ആ നിലയ്ക്ക് ബ്രഹ്മയുഗത്തിലെ വില്ലൻ കഥാപാത്രം പ്രതീക്ഷിക്കുന്നതിലും അടിപൊളിയായി അഭിനയിച്ചു തീർക്കുമെന്ന കാര്യം ഉറപ്പാണ്. ക്യാരക്ടറുകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നടൻ കഴിഞ്ഞ 2 വർഷങ്ങളിലായി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒരു പിടി നല്ല ചിത്രങ്ങളാണ്. ഒരേ സമയം വില്ലനായും നിസ്സഹായനായും വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടങ്ങൾ. മാസ് മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെയും അദ്ദേഹം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് ബ്രഹ്മയുഗത്തിലൂടെ പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്ന നടന്റെ മറ്റൊരു പകർന്നാട്ടമാണ്. വൈനോട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് ബ്രഹ്മയുഗം നിർമ്മിക്കുന്നത്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മണികണ്ഠൻ ആചാരി, അമൽദ ലിസ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.